അപ്പോൾ ബീഹാറികൾ ഇത്ര മുന്നിലായിരിക്കുമ്പോൾ എൻ്റെ സംസ്ഥാനം എന്തുകൊണ്ടാണ് ഇത്ര പിന്നിലായി പോയത്? എൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച നിലച്ചുപോയി. എൻ്റെ സംസ്ഥാനത്തെ ജനങ്ങൾ കുടിയേറാനും എൻ്റെ സംസ്ഥാനം വിട്ടുപോകാനും നിർബന്ധിതരായി. 90കളിൽ സംഭവിച്ചത് നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. അറിയാമോ? അരാജകത്വത്തിൻ്റെ ആ ഭരണം മുഴുവൻ, അരാജകത്വത്തിൻ്റെ ആ കാലഘട്ടം മുഴുവൻ ബീഹാറികൾക്ക് സംസ്ഥാനത്തെയും രാജ്യത്തെയും രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതിനാൽ രാഷ്ട്രീയമായി നിങ്ങൾക്കറിയാമല്ലോ, അവർ വളരെ ബോധവാന്മാരാണ്. അതുകൊണ്ട് ഒടുവിൽ അവർ അവരുടെ വോട്ട് പാഴാക്കാൻ ആഗ്രഹിക്കില്ല. രാഷ്ട്രീയത്തിൽ സൗഹൃദപരമായ പോരാട്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു സമവാക്യമുണ്ട്. അതിലെൻ്റെ സ്ത്രീകളാണ്, എൻ്റെ എൻ്റെ സംസ്ഥാനത്തെ യുവാക്കളെ പ്രതിനിധീകരിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. അറിയാമോ, ഒന്നാണ്, ഞങ്ങൾ ഗ്രാമങ്ങളിലെല്ലാം യാത്ര ചെയ്യുകയും ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ സന്ദർശനമല്ല, പല തവണ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തമാകുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് ആളുകൾ പറയുന്നത്, അതിലെ ആദ്യ ഭാഗത്തോടെങ്കിലും ഞാൻ യോജിക്കുന്നു: ബീഹാറിലെ ജനങ്ങൾ ഏറ്റവും മികച്ചവരാണ്, എന്നാൽ ബീഹാറിലെ രാഷ്ട്രീയക്കാർ ഏറ്റവും മോശപ്പെട്ടവരാണ്. അവർ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ വളരെ മോശമായി നിരാശപ്പെടുത്തിയിരിക്കുന്നു. ഈ രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തിൻ്റെയും, വലിയ സംസ്ഥാനത്തിൻ്റെയും പ്രതിശീർഷ വരുമാനത്തിൽ നിങ്ങൾ ഏറ്റവും താഴെയാണ്. ഇത്രയധികം കഴിവുള്ള, ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകളുള്ളപ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. അത് ശരിയാണ്. കൂടാതെ ഇത് എന്തുകൊണ്ട് ഇത് ശരിക്കും സംഭവിച്ചു എന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ സംസ്ഥാനത്തിൻ്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതെ, ആദ്യ പകുതിയോട് ഞാൻ തന്നെ യോജിക്കുന്നു. അതായത് ബീഹാറിലെ ആളുകൾ, നിങ്ങൾക്കറിയാമോ, ഏറ്റവും ഉയർന്ന IQ നിലവാരമുള്ളവരാണ്. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും. അവരെല്ലായിടത്തുമുണ്ട്. അവർ മാധ്യമങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളിലും ഏറ്റവും ഉയർന്ന തസ്തികകൾ വഹിക്കുന്നു. പറയേണ്ടതില്ലല്ലോ. ഏറ്റവും കൂടുതൽ IAS IPS ഉദ്യോഗസ്ഥർ വരുന്നത് ബീഹാറിൽ നിന്നാണ്. ബീഹാറിൽ നിന്നുള്ള ആളുകൾ ഇത്രയധികം മുന്നിലാണെങ്കിൽ എൻ്റെ സംസ്ഥാനം എന്തുകൊണ്ടാണ് ഇത്രയധികം പിന്നിലായത്? അതാണ് നമ്മൾ ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യം. തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിന് തീർച്ചയായും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ വികസിച്ച രീതിയിൽ ഈ സംസ്ഥാനം വികസിക്കാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് അതാണ്. ഒരു ഫെഡറൽ ഘടനയിലെ വ്യത്യസ്ത സർക്കാരുകളാണ് ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് എന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സംസ്ഥാനത്തെ വിരോധാഭാസം എന്തെന്നാൽ, തുടർച്ചയായി ഏകദേശം 27 വർഷക്കാലം സംസ്ഥാന തലത്തിലുള്ള സർക്കാർ കേന്ദ്ര തലത്തിലുള്ള സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇന്ന് എൻ്റെ പ്രധാനമന്ത്രി ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നമ്മളത് നോക്കുകയാണ്. ഇല്ല, ക്ഷമിക്കണം, അത് കുഴപ്പമില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ അതുപോലെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ച. എന്നിരുന്നാലും പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന തലത്തിലുള്ള സാഹചര്യം ഫെഡറൽ തലത്തിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. തീർച്ചയായും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ അത് വളരെ നന്നായി ചെയ്യുന്നു. അത് നിങ്ങളുടെ രാഷ്ട്രീയക്കാരൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ചാഞ്ചാട്ടമാണ്. ഇല്ല, പക്ഷേ നിങ്ങൾക്കറിയാമോ, ആത്മകേന്ദ്രീകൃതം. സർ, ഈയിടെയായി അത് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത്, ബംഗാളിലേക്ക് നോക്കൂ, എന്താണ് സംഭവിക്കുന്നത്? കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതികളോടും അവിടുത്തെ മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല. അദ്ദേഹം നന്നായിട്ടാണോ ചെയ്യുന്നത്? ഞാൻ എവിടെയായാലും സർ, അങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത്, ഇതെൻ്റെ കാഴ്ചപ്പാടാണ്, നമ്മുടെ ഫെഡറൽ ഘടനയിൽ 2 സർക്കാരുകളും ഒരേ നിലപാടിലാണെങ്കിൽ ജോലികൾ എളുപ്പമാകും. 2000കളിൽ കേന്ദ്രത്തിൽ
UPA സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ എൻ്റെ സംസ്ഥാനത്ത് NDA സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ NDA സർക്കാർ വന്ന ഉടൻ ഇവിടെ ഞങ്ങൾക്കൊരു മഹാസഖ്യ സർക്കാരായിരുന്നു. ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാനങ്ങൾ തെക്ക് ഭാഗത്താണ്. അവയെല്ലാം കേന്ദ്രത്തിൽ നിന്ന് വ്യത്യസ്തവുമാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സംസ്ഥാനങ്ങൾ സർ, അവർക്ക് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയുണ്ട്. അത് എൻ്റെ സംസ്ഥാനത്തിന് ഒരിക്കലും വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിനൊരു പ്രധാന കാരണം ജംഗിൾ രാജ് കാലഘട്ടത്തിൽ 1990കളിൽ സംഭവിച്ചത് നമുക്ക് അവഗണിക്കാനാവില്ല എന്നതാണ്. 1990കളിൽ പ്രധാനമന്ത്രി നരസിംഹറാവുവിന് കീഴിൽ സമ്പദ്വ്യവസ്ഥ ഉദാരവൽക്കരിക്കപ്പെട്ടപ്പോൾ അക്കാലത്ത് എൻ്റെ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന നേതാക്കൾ അതിൻ്റെ പ്രയോജനങ്ങൾ മുതലെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. എൻ്റെ സംസ്ഥാനം ഇപ്പോഴും പിന്നിലായിരിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ ഇവയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ആത്മവിമർശനം പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ 3ാം ഭരണകാലം ആരംഭിച്ചതിന് ശേഷം എൻ്റെ സംസ്ഥാനം 11 12 തവണ സന്ദർശിച്ചു. ഇത് അതിന് നൽകിയിട്ടുള്ള വലിയ പ്രാധാന്യമാണ് കാണിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. പ്രചാരണത്തിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായി പിറ്റേ ദിവസവും അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്ന തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇത് നന്നായി വിനിയോഗിച്ചാൽ വളരെ പ്രയോജനകരമാകുമെന്ന് ഞാൻ കരുതുന്നു. അത് അങ്ങനെ തന്നെയായിരിക്കും. കാരണം 2 സർക്കാരുകളും ഒരേ നിലപാടിലാണ്. അതുകൊണ്ട് വരുന്ന 5 വർഷം എൻ്റെ സംസ്ഥാനത്തിന് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ജംഗിൾ രാജിനെ കുറിച്ച് സംസാരിച്ചല്ലോ. മാഡം, ഡൽഹിയിൽ നിന്നുള്ള നേതാക്കളോ NDAയുടെ നേതാക്കളോ വരുമ്പോഴെല്ലാം അവർ ഈ വിഷയം എടുത്തിടാറുണ്ട്. കാട്ടുഭരണം. പക്ഷെ താഴെത്തട്ടിൽ നിങ്ങളുടെ തലമുറയിലുള്ളവർക്കും അതിലും ചെറുപ്പമായവർക്കുമിടയിൽ ലാലുവിൻ്റെ ജംഗിൾ രാജിന് യാതൊരു പ്രതിധ്വനിയുമില്ലെന്നാണ് ഞങ്ങൾ കാണുന്നത്. വേദിയിൽ നിന്ന് ആളുകൾ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജംഗിൾ രാജ് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരുന്നതായി അവർക്ക് അറിയാവുന്നത്. അവിടെ നിയമവാഴ്ചയില്ലാത്ത ഒരവസ്ഥ. അവർ കഴിഞ്ഞ 10-15 വർഷങ്ങളിലേക്ക് നോക്കിയിട്ട് ചോദിക്കും, ഇപ്പോൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കാര്യമോ എന്ന്. പിന്നെ താങ്കൾ തന്നെ ഈ വർഷം ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ബീഹാറിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക്. അതെ, ഞാൻ എൻ്റെ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതെ, അത് വളരെ നന്നായി പറഞ്ഞു. ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ഈ ടെക്സ്റ്റ് ഇതിനകം ഇംഗ്ലീഷിലാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളിത് പ്രചരിപ്പിക്കേണ്ടത് പ്രധാനമാണ്. കാരണം പുതിയ തലമുറ, പ്രത്യേകിച്ച് 2005 ശേഷം ജനിച്ച ആദ്യമായി വോട്ട് ചെയ്യുന്നവർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നേതാവായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. തീർച്ചയായും സാങ്കേതിക വിദ്യയുടെ സ്വാധീനം കൊണ്ട് അവർ റീലുകൾ സ്ക്രോൾ ചെയ്യുകയും മുംബൈയും ഡൽഹിയും എങ്ങനെ മുന്നേറുന്നു എന്ന് കാണുകയും ചെയ്യുമ്പോൾ അത് അവരെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് തങ്ങളുടെ സംസ്ഥാനം അവിടെ എത്താത്തത് എന്ന് അവർ തീർച്ചയായും ചോദ്യം ചെയ്യും. ആ കാലഘട്ടം എന്തായിരുന്നു എന്ന് അവർ അറിയേണ്ടതിൻ്റെ കൂടുതൽ കാരണവും അതുതന്നെയല്ലേ. നൽകിയിട്ടുള്ള ടെക്സ്റ്റ് ഇതിനകം ഇംഗ്ലീഷിലാണ്. എൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച നിശ്ചലമായപ്പോൾ അവിടുത്തെ ജനങ്ങൾ കുടിയേറാൻ നിർബന്ധിതരായി. കുടിയേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അതെല്ലാം പ്രധാനമായും ആരംഭിച്ചത് ആ കാലഘട്ടത്തിൽ, ആ ഭരണകാലത്താണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏത് അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് പുതിയ തലമുറ അറിയേണ്ടത് കൂടുതൽ പ്രധാനമാണ്. നമ്മൾ ഖായ് എന്ന് വിളിക്കുന്ന ആ വിടവ് വളരെ വലുതും ആഴമേറിയതുമായിരുന്നു. അത് നികത്തി വികസനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ
വളരെ കാലമെടുത്തു. ഇത് ഒഴിവാക്കാനാവാത്തതായിരുന്നു. കാരണം 1990 മുതൽ 2005 വരെ അവർ സംസ്ഥാനത്തെ ഉപേക്ഷിച്ചു പോയ അവസ്ഥ വളരെ മോശമായിരുന്നു. ചിറാഗ്, നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഇതിനെക്കുറിച്ചാണ്. മഹാഗഠബന്ധനിലെ ഉൾപോരിനെ കുറിച്ച് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി BJPയും നിതീഷിൻ്റെ പാർട്ടിയും ഒരുപാട് പേരെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ NDA ക്യാമ്പിൽ പോലും ഒരുപാട് ഉൾപോരുകളും സൗഹൃദ മത്സരങ്ങളും നടക്കുന്നുണ്ടോ? കൂടാതെ ആളുകൾ, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടവർ നിങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഇത് വീണ്ടും നിങ്ങളൊരു സഖ്യ സർക്കാരിൻ്റെ ഭാഗമാകുമ്പോഴുള്ള ഒരു സാധാരണ പ്രക്രിയയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഇത്തവണ ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ അല്ലാതെ ഇത് സഖ്യത്തിൻ്റെ ഭാഗമായി ഞാൻ പരിമിതമായ എണ്ണം സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ ഞാൻ തനിച്ച് മത്സരിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഞാൻ ആഗ്രഹിച്ച ആരെയും സ്ഥാനാർത്ഥിയായി എനിക്ക് എളുപ്പത്തിൽ മുന്നോട്ട് വെക്കാമായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ അല്ലാതെ ഇത്തവണയും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കും ഇതേ അവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് മാത്രമല്ല, മഹാ അഘാടി ബന്ധനും കൂടിയാണ്. കാരണം ഒരുപാട് പേർക്ക് ഒരു പ്രത്യേക സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രത്യേക വിധാൻസഭയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ജനതാദൾ യുണൈറ്റഡിൽ നിന്നുള്ള ഒരംഗം, എൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരംഗം, അജിജിയുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരംഗം, ഇന്നിൽ നിന്നുള്ള ഒരംഗം, തീർച്ചയായും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. എന്നിരുന്നാലും ഒടുവിൽ ഒരു സീറ്റ് ഒരു സഖ്യകക്ഷിക്ക് പോകുമ്പോൾ എൻ്റെ പാർട്ടിയും ഞാനും ചിലപ്പോൾ വിമതരാകാറുണ്ട്. കൂടാതെ ഇത്തരം സാഹചര്യങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ നന്നായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഇതെല്ലാം സംഭവിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി ഏകദേശം 3 ദിവസത്തോളം ഇവിടെ സംസ്ഥാനത്ത് തമ്പടിക്കുന്നത് ഞാൻ കണ്ടു. ചർച്ചകൾ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഏകദേശം 3 ദിവസത്തോളം ഇവിടെ തങ്ങുകയായിരുന്നു. മുഖ്യന്മാർ ഉൾപ്പെടെ എല്ലാവരുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അറിയാമല്ലോ, വിമതൻ എന്നൊന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം അവരുമായി ബന്ധപ്പെട്ടു. ഞാനും അതുതന്നെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പിന്നെ അറിയാമല്ലോ, എല്ലാവരെയും അനുനയിപ്പിക്കാൻ കഴിയില്ല. നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് ഇതിനകം ഇംഗ്ലീഷിലാണ്. എനിക്കത് മനസ്സിലാകും. അതിനെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നെ ഒരു സഖ്യത്തിന് കീഴിൽ മത്സരിക്കുമ്പോൾ ഇതൊക്കെയാണ് പരിമിതികൾ. അപ്പോൾ അത് വിശദീകരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ബീഹാർ? ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് 2 വലിയ പാർട്ടികളോ സഖ്യങ്ങളോ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പുകളിൽ 20-22% വരുന്ന മറ്റു വോട്ടുകളുടെ വളരെ ഒരു ശതമാനമുണ്ട്. പ്രധാനമായും വിമത സ്ഥാനാർത്ഥികളാണോ? ഇല്ല, അതായത് വിമത സ്ഥാനാർത്ഥികൾ മാത്രമല്ല, അതായത് ഈ ചെറിയ സഖ്യങ്ങളൊക്കെ ഉണ്ട്. അറിയാമല്ലോ, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാൻ വ്യക്തിപരമായി ഏകദേശം 6% വോട്ട് വിഹിതം നേടി. ഒരു വിഹിതം നേടുന്ന മറ്റു ചെറിയ സഖ്യങ്ങളുമുണ്ട്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടിയാണ്. കാരണം കഴിഞ്ഞ തവണ ഞാൻ തനിച്ചാണ് മത്സരിച്ചത്. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ്. ഒടുവിൽ അറിയാമല്ലോ, പോളിംഗിന് തൊട്ടു മുമ്പ് തിരഞ്ഞെടുപ്പ് ദ്വിമുഖമാകും. ബീഹാറികൾക്ക് സംസ്ഥാനത്തെയും രാജ്യത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയപരമായി അറിയാമല്ലോ, അവർ വളരെ ബോധവാന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒടുവിൽ അവർ തങ്ങളുടെ വോട്ട് പാഴാക്കാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, എൻ്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഇതും തിരിച്ചറിഞ്ഞു. എൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും, എൻ്റെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും അവർ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. നമ്മൾ വളരെ നന്നായി പ്രകടനം കാഴ്ചവെക്കുമെന്ന് നിങ്ങൾക്കറിയാമോ. പക്ഷെ പിന്നെ പോളിങ്ങിന് ഒരു ദിവസം മുമ്പോ അല്ലെങ്കിൽ തലേന്ന് രാത്രിയിലോ നിങ്ങൾക്കറിയാമോ, സാഹചര്യം ആകെ മാറി.
കാരണം ഈ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടർമാർ ഒടുവിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് പോയി വോട്ട് ചെയ്യും. അറിയാമോ? അത് വിമുഖം മാത്രമായി മാറുന്നു. അതുകൊണ്ട് തങ്ങളുടെ വോട്ട് പാഴായി പോകുമെന്ന് തോന്നിയാൽ അവർ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഈ ശതമാനം ഒരു ആശങ്കാ വിഷയമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വാചകം ഇതിനകം ഇംഗ്ലീഷിലാണ്. ഞങ്ങൾ പലയിടത്തും യാത്ര ചെയ്യുകയായിരുന്നു. വിദ്യാർത്ഥികളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ചില സ്ത്രീകളിൽ നിന്നും കൂടി ഉയർന്നു വരുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ നിരോധനം നിയന്ത്രണാതീതമായി എന്നതാണ്. ആളുകൾക്ക് പൊടിയുടെയും ഗുളികകളുടെയും രൂപത്തിൽ മയക്കുമരുന്ന് ലഭിക്കുന്നുണ്ട്. മദ്യം നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ എത്തിച്ചു തരുന്നു. അതിൽ ഭൂരിഭാഗവും മായം ചേർത്തതാണ്. ലോകത്തെവിടെയും മദ്യനിരോധനം ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടതാണ്. നിങ്ങളത് നടപ്പിലാക്കുകയും ചെയ്തു. അതിലും മോശം നിങ്ങൾക്കിവിടെ വിദേശ നിക്ഷേപം വേണം എന്നതാണ്. ഈ സംസ്ഥാനം മദ്യവിമുക്തമാണെന്ന് അവർ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിക്ഷേപകരെ ലഭിക്കാൻ പോകുന്നില്ല. വിഷലിപ്തമായ ഉൽപ്പന്നങ്ങളുടെ അപകട സാധ്യത കാരണം നിയമവിരുദ്ധമായ വിപണി അപകടകരം മാത്രമല്ല, അത് നിക്ഷേപത്തെ തടയുകയും ചെയ്യുന്നു. നിങ്ങളിത് തുടരാൻ പോവുകയാണോ? ശരി. ഒടുവിൽ നവംബർ 14 ശേഷം രൂപീകരിക്കുന്ന പുതിയ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. തീർച്ചയായും ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്കറിയാമല്ലോ, വിവിധ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ശരി. ഇതിന് പിന്നിലെ ആ ആശയത്തെ, ആ മുഴുവൻ ആശയത്തെയും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പിന്തുണയ്ക്കുന്നു. ഞാൻ ശരിയായി ഓർക്കുന്നുവെങ്കിൽ ഇത് 2016-ലാണ് അവതരിപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതെ, അക്കാലത്ത് ഞാൻ പ്രതിപക്ഷത്തായിരുന്നു. അതായത് ഞാൻ NDA സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നു. മുഖ്യമന്ത്രി ഗ്രാൻഡ് അലയൻസിലുമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ ജനതാദളിനൊപ്പമായിരുന്നു. അക്കാലത്താണ് ഇത് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് സൈദ്ധാന്തികമായി എനിക്ക് ആ ആശയത്തിൽ വലിയ മതിപ്പുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതുപോലൊരു ആശയം വിദ്യാഭ്യാസത്തിലൂടെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, അവരോട് അതിൻ്റെ ശരിയും തെറ്റും നിങ്ങൾക്കറിയാമല്ലോ, ആ മുഴുവൻ ആശയത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും പറയുക. നൽകിയിട്ടുള്ള ടെക്സ്റ്റ് ഇതിനകം ഇംഗ്ലീഷിലാണ്. നിങ്ങൾ പരാജയപ്പെട്ടു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മദ്യം കടത്തുന്ന സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ സംസ്ഥാനത്തിനകത്ത് വിഷമദ്യം അനധികൃതമായി നിർമ്മിക്കുന്ന കേസുകളെക്കുറിച്ചും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾക്ക് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഉണ്ട്. അത് ശരിക്കും നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഇത് തുടരണോ അതോ നിർത്തണോ? ശരി, ഒന്നുകിൽ നിങ്ങൾ ഇതിലുണ്ട് അല്ലെങ്കിൽ പുറത്താണ്. തീർച്ചയായും നമുക്ക് ഒരു മധ്യമാർഗവും സ്വീകരിക്കാം. അതെ, ഇത് എനിക്കും എൻ്റെ പാർട്ടിക്കും ആശങ്കയുള്ളൊരു കാര്യമാണ്. ഞാൻ നയരൂപീകരണത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ അമ്മാവൻ മന്ത്രിയായിരുന്ന ഒരു ചെറിയ കാലയളവ് ഒഴികെ ഇതുവരെ എൻ്റെ പാർട്ടി സംസ്ഥാന സർക്കാരിനെ കേന്ദ്രതലത്തിൽ നിന്ന് വ്യത്യസ്തമായി പിന്തുണയ്ക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ഭാഗമായിരുന്നിട്ടില്ല. അതുകൊണ്ട് അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇത് ഉന്നയിക്കും. കൂടാതെ തീർച്ചയായും പാർട്ടി ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ ആശങ്കകളും കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് എതിരാണോ? ഞാൻ കറുപ്പും വെളുപ്പുമായി പറയില്ല. അതിൻ്റെ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിൻ്റെ നടത്തിപ്പിൽ ഒരു ചെറിയ തിരുത്തൽ വേണ്ടി വന്നേക്കാം. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രി. ബീഹാറിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായി നല്ല വിവേകമുണ്ടെന്നും നിങ്ങൾ പറഞ്ഞു. NDA അധികാരത്തിൽ വന്നാൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ അമിത്ഷായും പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിതീഷ് കുമാറിന് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വലിയ ബഹുമാനവും സ്നേഹവും ഉള്ളതുകൊണ്ട് ഇത് താഴെത്തട്ടിലുള്ള വോട്ടിങ്ങിനെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
ഇത്രയും വാക്കുകളിൽ അത് പറയേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഞങ്ങൾ ഇത് ഉറക്കെ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ആഭ്യന്തരമന്ത്രി അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകും. കാരണം അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാപരമായ പദവികളിലൊന്ന് വഹിക്കുന്ന ആളാണ്. അദ്ദേഹം തൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സഖ്യകക്ഷികളുള്ള ഒരു കൂട്ടുകക്ഷി സർക്കാരുമായി ഇടപഴകുമ്പോൾ. അതായത് അതൊരു പാർട്ടി മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ തീരുമാനം എളുപ്പത്തിലെടുക്കാനും അത് പ്രഖ്യാപിക്കാനും കഴിയുമായിരുന്നു, അല്ലേ? ഒന്നിലധികം പാർട്ടികൾ ഉൾപ്പെട്ടിട്ടും ബീഹാറിലെ ജനങ്ങൾക്ക് സന്ദേശം വ്യക്തമായി ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് താരതമ്യേന കുറഞ്ഞ സീറ്റുകൾ ലഭിച്ച കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ്. എന്നിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. കാരണം അതായിരുന്നു അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനം. പക്ഷെ അത് വ്യക്തമാക്കിയിട്ടില്ല. അവരത് അത്ര വ്യക്തമായി പറഞ്ഞിട്ടില്ല. ജതിനു വേണ്ടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അത് അത്രയും വാക്കുകളിൽ പറയേണ്ടതുണ്ടെന്ന് ഞാൻ ശരിക്കും കരുതുന്നില്ല. ബീഹാറിലെ ജനങ്ങൾക്ക് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാം. പ്രതിപക്ഷം എത്ര തവണ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തവണ അത് ഊട്ടിയുറപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെയുള്ളത്. പക്ഷേ ചിരാഗ്, എൻ്റെ ചോദ്യം ശിഖ ചോദിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ പോയിന്റ് എന്തെന്നാൽ നിങ്ങൾ 2020 ഒരു അടിസ്ഥാനമായി പറഞ്ഞു എന്നതാണ്. പക്ഷേ 2020 നിതീഷ് കുമാർ ഒരു പത്രസമ്മേളനത്തിലിരുന്ന് 20 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമായിരുന്നു. എന്നാൽ ഇന്നത്തെ നിതീഷ് കുമാർ 2 വർഷമായി മാധ്യമങ്ങളെ മുഖാമുഖം കണ്ടിട്ടില്ല. ഇന്ന് നിങ്ങളുടെ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് നിങ്ങൾ പറയുന്ന വ്യക്തിക്ക് മാധ്യമങ്ങളിൽ നിന്ന് 2 ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞങ്ങളെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങൾ ബീഹാറിലെ ജനങ്ങളോട് എനിക്ക് നിങ്ങളെക്കാൾ നന്നായി അറിയില്ലെന്ന് ഞാൻ പറയുന്നു? ഇല്ല, നിങ്ങളെ സൃഷ്ടിക്കപ്പെടുന്ന ധാരണ തെറ്റാണെന്ന് എനിക്ക് ഉറപ്പായി അറിയാം. നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വരരുത്. നിങ്ങൾ ബീഹാറിലെ ജനങ്ങളോട് കുറച്ച് അനീതി കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ശാരീരികമായി ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണെന്നും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ അനുയായികളായിരിക്കുമെന്നും നിങ്ങൾ ശഠിക്കുകയാണ്. വരൻ അതുതന്നെയായിരിക്കും. താങ്കൾ പിന്തുണയ്ക്കുന്ന 25 മുതൽ 30 വരെ വീണ്ടും നിതീഷ് എന്നതിനെക്കുറിച്ചാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. താങ്കൾ ഗൗരവമേറിയ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് അതേ ഗൗരവത്തോടെ അതിനുത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ്. കാരണം മുഖ്യമന്ത്രിക്കു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു ധാരണ സൃഷ്ടിക്കാനും ഒരു കഥ മെനയാനും വളരെ ശക്തമായ ശ്രമം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥയെക്കുറിച്ചുള്ള ഈ കാര്യം ആവർത്തിച്ച് ഊതിപ്പെരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമയബന്ധിതമായി മുഴുവൻ സഖ്യത്തെയും രൂപകൽപ്പന ചെയ്ത് ചിട്ടപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രി. അവർ സീറ്റുകൾ വിഭജിക്കുകയും തിരഞ്ഞെടുക്കുകയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തെന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രചാരണവും തുടങ്ങിയിരുന്നു. മറുവശത്ത് സ്വന്തം ഘടകകക്ഷികളെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സഖ്യം നിൽക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ആരാണ് മാനസികമായി കൂടുതൽ ശക്തൻ? തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും ഇറങ്ങിക്കഴിഞ്ഞ ഈ മുഖ്യമന്ത്രിയാണ് കൂടുതൽ ശക്തൻ. ഈ ആളുകൾ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ ഇരിക്കുമ്പോൾ അവർ അപ്പോഴും സീറ്റുകൾ വിഭജിക്കുകയായിരുന്നു. എന്നിട്ട് ഒടുവിൽ അവർ ഒരു സൗഹൃദ മത്സരം എന്ന ആശയവുമായി മുന്നോട്ട് വന്നു. രാഷ്ട്രീയത്തിൽ സൗഹൃദപരമായ ഒരു പോരാട്ടം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു സൗഹൃദപരമായ കോളേജ് പോരാട്ടം പോലെയല്ല. ഒന്നുകിൽ നിങ്ങൾ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം പോരടിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് മറ്റൊന്നിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു ജില്ലയിൽ 6 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് കരുതുക. അവയിലൊന്നിൽ കോൺഗ്രസും RJDയും പരസ്പരം മത്സരിക്കുന്നു. ഒരിടത്ത് പോയി മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ അധിക്ഷേപിക്കുകയും എന്നിട്ട് മറ്റ് 5 സ്ഥലങ്ങളിൽ പോയി അവരുടെ പിന്തുണ തേടുകയും ചെയ്യുന്ന ആ ജില്ലാ പ്രസിഡന്റിൻ്റെ പങ്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അങ്ങനെയൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇത്രയധികം സൗഹാർദ്ദപരമായി ഈ സഖ്യം മുഴുവൻ രൂപകൽപ്പന ചെയ്യുകയും
പ്രചാരണം തുടങ്ങുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ വലിയ മാനസിക ശക്തിയെയാണ് കാണിക്കുന്നത്. മറുവശത്ത് മഹാസഖ്യം പരാജയപ്പെട്ടാൽ അതിലെ ദുർബലമായ കണ്ണി അവർക്കുള്ളിലാണ്, അല്ലാതെ നമ്മളിലല്ല. അല്ലേ? ചിരാഗ് പാസ്വാൻ മുഖ്യമന്ത്രിയാകാനുള്ള തൻ്റെ സ്വപ്നം, തൻ്റെ ലക്ഷ്യം ഉപേക്ഷിച്ചോ അതോ അദ്ദേഹത്തിന് ഇപ്പോഴും ആ ആഗ്രഹമുണ്ടോ? അത് എപ്പോൾ സംഭവിക്കും? അവരുടെ അവസരം എപ്പോൾ വരും? ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതാണ് എൻ്റെ സ്വപ്നം. ശരി, ആ വസ്തുതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറില്ല. കാരണം ഞാനും ബീഹാറി ഫസ്റ്റ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബീഹാറിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് കഴിയുന്നതുവരെ 3ാം തവണ പാർലമെന്റ് അംഗം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൽ ഇരിക്കുന്നതിന് അതിൻ്റേതായ പരിമിതികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ബീഹാറിലേക്ക് വരുന്നതുവരെ ഞാനും ഈ തിരഞ്ഞെടുപ്പിൽ തന്നെ വരാൻ ആഗ്രഹിച്ചിരുന്നു. അത് നിങ്ങൾക്ക് നന്നായി അറിയാം. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ചർച്ചകൾ ഒരുപാട് വൈകിയതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. പക്ഷെ അതെ, ഈ കാലഘട്ടത്തിൽ ഞാൻ ധ്യാനത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നതുകൊണ്ടും വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കൂടുതൽ പ്രധാനം. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആ സമയമാകുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ഇന്നത്തെ നിലയിൽ നമ്മൾ 2025 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഒഴിവുമില്ല. ഞാനും അതിന് അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ എനിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. അത് ഞാൻ നിറവേറ്റാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സീറ്റുകളുടെ 20% സ്ത്രീകൾക്കോ സ്ഥാനാർത്ഥികൾക്കോ നൽകിയോ? അവരിൽ 6 പേർക്ക്. അതിന് 6 വയസ്സാവുകയാണ്. സഖ്യം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകൾക്ക് പണവും മറ്റ് സമ്മാനങ്ങളും നൽകുന്നതിലാണ്. ഒരു സഖ്യം എന്ന നിലയിൽ നിങ്ങളുടെ പ്രചാരണത്തിൻ്റെ കേന്ദ്രബിന്ദു സ്ത്രീകളാണോ? അത് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്ന ഒന്നായി നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായും. എൻ്റെ രാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും സ്ത്രീകൾ ജനസംഖ്യയുടെ പകുതിയെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ആ പ്രാതിനിധ്യം വളരെ 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 ആവശ്യമാണ്. കൂടാതെ എന്ത് സമവാക്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ, ബീഹാർ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എനിക്കായി കാണുന്ന ആ സംയോജനം എൻ്റെ മൈ സമവാക്യമാണ്. നിങ്ങൾക്കറിയാമോ, രാഷ്ട്രീയ ജനതാദൾ എന്ന മറ്റ് പാർട്ടിയുടെ മൈ സമവാക്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ബീഹാർ വിധാൻസഭയിലെ പ്രതിപക്ഷ നേതാവായ എൻ്റെ അനുജൻ തേജസ്വിയെപ്പോലുള്ള ഒരു യുവനേതാവ് ഇപ്പോഴും ആ യാഥാസ്ഥിതിക രാഷ്ട്രീയ ശൈലിയെ പൊളിച്ച് സംസാരിക്കുന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാമോ, എം എന്നത് തികഞ്ഞ വർഗീയതയെയും വൈ എന്നത് തികഞ്ഞ ജാതീയതയെയും പ്രതിനിധീകരിക്കുന്ന മൈ സമവാക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു MI സമവാക്യമുണ്ട്. അതിലെൻ്റെ M എന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ Y എന്നത് ജാതിയുടെയും വർഗീയതയുടെയും എല്ലാ തടസ്സങ്ങളും മായ്ച്ചുകൊണ്ട് ജാതിരേഖകൾക്കപ്പുറമുള്ള എൻ്റെ സംസ്ഥാനത്തെ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്നു. എൻ്റെ സംസ്ഥാനത്തെ എല്ലാ ചെറുപ്പക്കാരും ബീഹാറി ഫസ്റ്റ് എന്ന ആശയത്തിന് വേണ്ടി എന്നോടൊപ്പം ഒന്നിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സംസ്ഥാനത്തെ സ്ത്രീകൾ ബീഹാർ ഫസ്റ്റ് എന്ന ആശയത്തിനായി എന്നോടൊപ്പം ഒന്നിക്കുന്നു. അതുകൊണ്ട് ഇതാണ് എൻ്റെ മൈ സമവാക്യം. ലോക്സഭയിൽ പോലും നിങ്ങൾക്കറിയാമോ, ഞാൻ വളരെ പരിമിതമായ സീറ്റുകളിൽ, കേവലം 5 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ, പക്ഷേ ആ 5 സീറ്റുകളിൽ 2 എണ്ണം വനിതാ സ്ഥാനാർത്ഥികൾക്ക് നൽകിയതിലും അവരിൽ 4 പേർ യുവാക്കളായിരുന്നതിലും ഞാൻ ശരിക്കും സന്തുഷ്ടനും വളരെ അഭിമാനിയുമാണ്. അതുകൊണ്ട് എൻ്റെ സമവാക്യം ഭദ്രമായി നിലനിൽക്കുന്നു. അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതായി കാണുന്നത്. പ്രശാന്ത് കിഷോറിനെ കുറിച്ചും ഇത്തവണ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും നിങ്ങൾ എന്ത് കരുതുന്നു? അതെ, ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം ഒരു സ്വാധീനം ചെലുത്താൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും, പക്ഷേ 5 വർഷം മുൻപ് സമാനമായ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്നെ തന്നെ കാണുന്നതുകൊണ്ട്
നിങ്ങൾക്കറിയാമോ, ഞാൻ തനിച്ച് മത്സരിക്കുമ്പോൾ എനിക്ക് വലിയ സമ്മേളനങ്ങളും എൻ്റെ റോഡ് ഷോകളിലും മറ്റും ആർപ്പു വിളിക്കുന്ന വലിയ ജനക്കൂട്ടവും ഉണ്ടാകുമായിരുന്നു. മനീഷ് ഭായിയും ഇതിനെല്ലാം സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് അതെ, നിങ്ങൾക്കറിയാമോ, ഞാൻ ചെയ്തതിനേക്കാൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് എനിക്കും വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഒടുവിൽ ആ വ്യക്തിയും എൻ്റെ പാർട്ടി വിട്ടുപോയി. ഞാൻ ഇതിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് എൻ്റെ മുൻപത്തെ വാദത്തിലേക്ക് എന്നെ തിരികെ കൊണ്ടുവരുന്നു. അതായത് ബീഹാറിലെ ജനങ്ങൾക്ക് തങ്ങളുടെ വോട്ട് പാഴാക്കാൻ ആഗ്രഹം ഇല്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഒടുവിൽ ദ്വിമുഖ മത്സരമായി മാറുന്നു. അതിനാൽ ശ്രീ പ്രശാന്തിനെ ഞാൻ അതേ വേദിയിൽ കാണുന്നു. നിങ്ങൾക്കറിയാമോ, അവിടെ അദ്ദേഹത്തിന് ഒരുപാട് പ്രോത്സാഹനവും ആൾക്കൂട്ടവും മറ്റും ലഭിക്കുന്നുണ്ടാവാം. പക്ഷേ ഒടുവിൽ വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ അത് ഒന്നുകിൽ മഹാസഖ്യത്തിനോ അല്ലെങ്കിൽ NDAക്കോ ആയിരിക്കും. നൽകിയിരിക്കുന്ന ഭാഗം ഇതിനകം ഇംഗ്ലീഷിലാണ്. ഒരുപക്ഷെ അവിടെയും ഇവിടെയുമായി 1-2 സീറ്റുകൾ അദ്ദേഹത്തിന് നേടാനായേക്കാം. പക്ഷേ പോരാത്തം ശതമാനക്കണക്കിൽ മികച്ച വോട്ട് വിഹിതം നേടാനായിരിക്കും. അതിൽ കൂടുതലൊന്നുമല്ല. നിങ്ങൾക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ എണ്ണം വേണമെങ്കിൽ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അദ്ദേഹവുമായി ഒരു സഖ്യത്തിന് നിങ്ങൾ തയ്യാറാകുമോ? എനിക്ക് മടിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും ആശയങ്ങളും ഞങ്ങളുടേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, പ്രത്യേകിച്ച് NDAയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എനിക്ക് ശരിക്കും തോന്നുന്നില്ല അദ്ദേഹം ഈ രംഗത്ത് തുടരുകയാണെങ്കിൽ ഭാവിയിലും അദ്ദേഹം ഇവിടെ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ശക്തനായ എതിരാളിയായി നിങ്ങൾ കാണുന്നുണ്ടോ? അതെ, ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ആശയം എനിക്കിഷ്ടമാണ്. കാരണം വീണ്ടും നിങ്ങൾക്കറിയാമോ, ജാതിയുടെ അതിർവരമ്പുകൾക്കപ്പുറം സംസാരിക്കുന്ന ഒരാളെ ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു. എൻ്റെ സംസ്ഥാനം ഇതിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. നമ്മുടെ ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ വരുന്നത് കൊണ്ട് മാത്രം MP-മാരെയും MLA-മാരെയും തിരഞ്ഞെടുക്കുന്നത് നമ്മൾ നിർത്തേണ്ടതുണ്ട്. അതിനാൽ നമ്മൾ ഈ തടസ്സം തകർക്കണം. എന്നെപ്പോലെ അദ്ദേഹവും, നിങ്ങൾക്കറിയാമോ, ഈ ജാതീയവും വർഗീയവുമായ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് എൻ്റെ സംസ്ഥാനത്തിന് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഭാവിയിൽ എന്താണ് കാത്തിരിക്കുന്നത്? അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരു ജ്യോത്സ്യനല്ല. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ അത്രയധികം ആരാധിക്കുന്നതായും BJPയേക്കാളും തീർച്ചയായും നിതീഷിനേക്കാളും കൂടുതൽ യോജിപ്പ് നിങ്ങൾക്ക് അദ്ദേഹത്തോടാണെന്നും തോന്നുന്നു. അതിനാൽ അദ്ദേഹം നിങ്ങളുടെ ഹീറോയാണ്. ഇല്ല, തീർച്ചയായും അല്ല. ഇല്ല, പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തോടാണ് കൂടുതൽ യോജിപ്പുള്ളത്. ഈ വാചകം ഇതിനകം ഇംഗ്ലീഷിലാണ്. വാക്യത്തിൻ്റെ കൂടുതൽ വ്യക്തവും നിലവാരമുള്ളതുമായ ഒരു രൂപം ഇതായിരിക്കും: രജതിനെയും തേജസ്വിയെയും പോലെയല്ലാത്ത ആളുകളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവർ ഇപ്പോഴും ജാതീയതയിലും വർഗീയതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യാഥാസ്ഥിതിക രാഷ്ട്രീയ ശൈലിയിലാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ശരിക്കും അഭിനന്ദിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. അത് ആളുകളുടെ എണ്ണം കൂടുന്തോറും തിരഞ്ഞെടുക്കാനോ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാനോ ഉള്ള അവസരങ്ങളും കൂടും. നൽകിയിട്ടുള്ള ഈ വാചകം ഇതിനകം ഇംഗ്ലീഷിലാണ്. ഇതിൻ്റെ വ്യാകരണപരമായി ശരിയാക്കിയ ഒരു രൂപം താഴെ നൽകുന്നു: അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് നല്ലത് ആരെയാണ് ഒരു നേതാവായി കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. 2020 നിങ്ങൾ ചെയ്തതുപോലെ, അതായത് NDAയുടെ വോട്ടുകൾ വളരെയധികം ഭിന്നിപ്പിച്ചതുപോലെ അദ്ദേഹവും ചെയ്യാൻ സാധ്യതയുണ്ടോ? അവർ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തോറ്റില്ലേ? നൽകിയിട്ടുള്ള ഈ വാചകം ഇതിനകം ഇംഗ്ലീഷിലാണ്. ഞങ്ങൾ 5 പേരും ഒരുമിച്ച് 5 പാർട്ടികളും വളരെ വളരെ ശക്തമായ ഒരു കൂട്ടുകെട്ടാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ട ഫലമാണ് എൻ്റെ ഈ വിശ്വാസം
ശക്തിപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 4 സീറ്റുകളിലേക്കുള്ള ഈ ഉപതിരഞ്ഞെടുപ്പുകൾ ഒരുതരം സെമി ഫൈനലായിട്ടാണ് കണക്കാക്കപ്പെട്ടത്. സെമി ഫൈനൽ അതെ. അതുകൊണ്ട് ഇതിനെ എപ്പോഴും സെമി ഫൈനലായിട്ടാണ് കാണുന്നത്. അന്ന് നമുക്ക് 100% സ്ട്രൈക്ക് റേറ്റ് നേടാനും കഴിഞ്ഞു. ഞങ്ങളുടെ 4 NDA സ്ഥാനാർത്ഥികളും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. നൽകിയിട്ടുള്ള വാചകം ഇതിനകം ഇംഗ്ലീഷിലാണ്. ഉദാഹരണത്തിന് ബേലഗഞ്ച് പോലെ. അറിയാമോ, കഴിഞ്ഞ 34 വർഷമായി ആ സീറ്റ് ഒരിക്കലും NDAക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ആ സീറ്റ് വിജയിച്ചെടുത്തു. ഒരു ദശാബ്ദത്തിലേറെയായി തരാരി സീറ്റിൽ വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ ആ സീറ്റും വിജയിച്ചെടുത്തു. ഈ 5 പാർട്ടികളും ഒരു സഖ്യം രൂപീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി അറിയാം. കഴിഞ്ഞ തവണത്തെ പോലെ ഇത് വളരെ വിഭജിക്കപ്പെട്ട ഒരു NDA ആയിരുന്നു. നൽകിയിട്ടുള്ള വാചകം ഇതിനകം ഇംഗ്ലീഷിലാണ്. കഴിഞ്ഞ തവണ ഞാൻ തനിച്ചാണ് മത്സരിച്ചത്. ഉപേന്ദ്ര കുശ്വാഹ മറ്റൊരു സഖ്യത്തിൽ തനിച്ചും മത്സരിച്ചു. പക്ഷേ ഇത്തവണ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. ഒരു സൗഹൃദ മത്സരം എന്ന ആശയത്തോടെ വിഭജിക്കപ്പെട്ട ഒരു മഹാസഖ്യവുമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ആ സാഹചര്യത്തിൽ ഞങ്ങൾ വിജയിച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്ന് ഞങ്ങൾ വളരെ മെച്ചപ്പെട്ട ഒരു നിലയിലാണെന്ന് ഞാൻ കരുതുന്നു. വളരെ നന്ദി.